ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇയോണിൻ്റെ വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട്. വന്ന സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഈ ബെയറിങ് ഭയങ്കര ഷെയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആഴ്ചപ്പാട് ലീക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇയോണിൻ്റെ കംപ്ലൈൻറ്റ്. ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ ഒരു ഭയങ്കര മുളിക്കുന്ന സൗണ്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടർ പമ്പ് മാറാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ഒക്കെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈമിങ്ങിൻ്റെ കവർ എല്ലാ ഭാഗങ്ങളും അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ക്രാങ്കിൻ്റെ മാർക്കിങ്. ആ പുള്ളിയിൽ വരുന്ന ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ബാക്കിലെ കേസിൽ വരുന്ന മാർക്കിങ്ങാണ് കേസിൽ വരുന്ന മാർക്കിങ്. അപ്പോൾ ഈ പുള്ളിയിലെ മാർക്കിങ് ആ കേസിൽ വരുന്ന മാർക്കുമായിട്ട് ഒപ്പം വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ക്രാങ്കിൻ്റെ മാർക്കിങ് കറക്റ്റാവും. അപ്പോൾ ഇത് ക്രാങ്കിൻ്റെ മാർക്കിങ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നേരെ ക്യാമിൻ്റെ മാർക്കിങ് അവിടെ കറക്റ്റായിട്ടുണ്ടാവും. അത് മുകളിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ പുള്ളി അത് കറക്റ്റായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ടെൻഷനർ അഴിക്കണം. വാട്ടർ പമ്പിൻ്റെ ബോൾട്ട് അഴിക്കാനുള്ള ഒരു 4-5 ബോൾട്ട് 10ൻ്റെ ബോൾട്ട് ഉണ്ടാവും, അത് അഴിക്കണം. അപ്പോൾ ക്രാങ്കിൻ്റെ മാർക്കിങ് ഞാൻ കാണിച്ചു തരാം. ഈ പുള്ളിയിൽ ചെറിയൊരു വെട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു കേസിലൊരു വെട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പുള്ളിയിലും ഒരു വെട്ട് കാണാം. ആ വെട്ടും രണ്ടും കറക്റ്റായിട്ട് ഈ മാർക്കിങ് ആ വെട്ടിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. എന്നാലാണ് ഇതിൻ്റെ ടൈമിങ് കറക്റ്റാവുള്ളൂ. ഇതിപ്പോൾ ഈ സൈഡിലാണ് കിടക്കുന്നത്. ഈ മാർക്കിങ് നേരെ പുറത്ത് വരണം. ആ കേസിൻ്റെ അവിടുത്തെ വെട്ടിൻ്റെ ആ ഭാഗത്തേക്ക് വരണം. അപ്പോൾ ക്രാങ്ക് ഒരു തവണ കറക്കേണ്ടി വരും. എന്നാലേ ഈ മാർക്കിങ് അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിങ് വെച്ച ശേഷം വേണം നമുക്ക് ടെൻഷനർ അഴിച്ച് ബെൽറ്റ് മാറ്റി വയ്ക്കാൻ. അപ്പോൾ നമ്മൾ കറക്കാൻ പോവുകയാണ്. ഇത് ഒരു തവണ മുന്നോട്ട് കറക്കി കഴിഞ്ഞാൽ ക്യാമിൻ്റെ പുള്ളി അവിടെ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ റിങ് വെച്ചിട്ട് കറക്കാൻ പോവാണ്. ഇതിൻ്റെ മുന്നേ പുള്ളിയൊക്കെ ഉണ്ടാക്കണം. AC-ൻ്റെ ബെൽറ്റ് ഇടാൻ, ഓൾട്ടർനേറ്റീവ് ബെൽറ്റ് ഇടാൻ പുള്ളിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം അഴിച്ച് വെച്ചിട്ടുണ്ട്. ടൈമിങ് കേസ് അതൊക്കെ ആദ്യം അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കിങ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വയ്ക്കുക ക്രാങ്ക്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ക്രാങ്ക് എൻ്റെ മാർക്കിങ് കറക്റ്റായിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്ക് നോക്കണം. മുകളിൽ ക്യാമിൻ്റെ മാർക്കിങ് നോക്കണം. ഒരു പൊട്ടി വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ക്യാമിൻ്റെ മാർക്കിങ് നോക്കാം നമുക്ക്. ഇതാ വെട്ടാൻ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ നോക്കുമ്പോൾ ഒരു ആക്സോ ബ്ലേഡോ എന്തെങ്കിലും സ്ട്രെയിറ്റ് ഒരു മെറ്റൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം. നമ്മൾ നേരെ സ്ട്രൈറ്റ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിരുന്നു അറിയില്ല. ഇങ്ങനെ ഒരേ ലെവലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കിങ് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റ് ലെവൽ നോക്കിയതിന് ശേഷം നമുക്ക് ടെൻഷനർ അഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വെച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ മാർക്കിങ് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്സോ ബ്ലേഡ് വെച്ച് നോക്കുന്നത്. അപ്പോൾ ടൈമിംഗ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടെൻഷനർ അയക്കണം. അപ്പോൾ ടെൻഷനർ അയക്കണമെങ്കിൽ 17ൻ്റെ മില്ലിംഗ് ബോക്സാണ് വരുന്നത്. അപ്പോൾ മില്ലിംഗ് ബോക്സ് വെച്ചിട്ട് ടെൻഷനർ അഴിക്കുക. ടെൻഷനർ അഴിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ശേഷം ബെൽറ്റ് നമുക്ക് അഴിച്ചവിടെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് മാറാത്തതുകൊണ്ട് നമ്മൾ മൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും അഴിച്ചില്ല. ഈ വണ്ടിക്ക് മൗണ്ടിങ് അഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ബെൽറ്റ് മാറ്റി വയ്ക്കാം. ബെൽറ്റ് മാറണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് മൗണ്ടിങ് അഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ടെൻഷനറിൻ്റെ ബോൾട്ട് ലൂസാക്കിയിട്ടുണ്ട്. ആ ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ടെൻഷനർ പുറത്തേക്ക് എടുക്കാം. ഇത് ഒരു അല്ലെങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ ടെൻഷൻ ചെയ്യാനുള്ളത്. അതിൻ്റെ പോയിൻ്റാണ് ആ ഹോളാണ് ആ കാണുന്നത്, താഴത്ത് കാണുന്നത്. നമ്മൾ ടെൻഷനർ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഷനർ അഴിച്ച് ബെൽറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പമ്പിൻ്റെ ബോൾട്ടുകൾ അഴിക്കണം. 10ൻ്റെ ബോൾട്ടുകളാണ് വരുന്നത്.
അടിയിലൊരു ബോൾട്ടുണ്ട്, അതിൻ്റെ നേരെ മുകളിലൊരു ബോൾട്ടുണ്ട്, അതിൻ്റെ നേരെ മുകളിലൊരു ബോൾട്ടുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും മുകളിൽ ടോപ്പിൽ 2 ബോൾട്ടുണ്ടായിരിക്കും. ഒന്ന് വാട്ടർ പമ്പിൻ്റെ ബോൾട്ടായിരിക്കും, ഒന്ന് ഓൾട്ടർനേറ്റിൻ്റെ ഒരു ക്ലാമ്പുണ്ട്, ഓൾട്ടർനേറ്റ് ഫിറ്റ് ചെയ്യാനൊരു ക്ലാമ്പുണ്ട്. അപ്പോൾ ഈ 2 ബോൾട്ടും അതിനകത്താണ് വരുന്നത്. ഒരു 10-ൻ്റെ ബോൾട്ടും 12-ൻ്റെ ബോൾട്ടും അതിനകത്താണ് വരുന്നത്. പിന്നെ ഉള്ളത് നേരെ അതിൻ്റെ അടിയിലൊരു ബോൾട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബോൾട്ടുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇയോൻ്റെ വാട്ടർ പമ്പിൻ്റെ പുള്ളി സ്റ്റെക്കായാലും ടൈം ബെൽറ്റ് പൊട്ടില്ല കേട്ടോ. പുള്ളി സ്റ്റെക്കായി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിൻ്റെ ബെൽറ്റ് പൊട്ടത്തുള്ളൂ. ഓൾട്ടർനേറ്റിൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ചാർജ് ആവില്ല, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെക്കായിട്ട് വണ്ടി ഓഫാവും. ബെൽറ്റ് പൊട്ടിയില്ലാണ്ടെങ്കിൽ വണ്ടി സ്റ്റെക്കായിട്ട് ഓഫാവും. അങ്ങനെ സംഭവിക്കുള്ളൂ. ടൈമിംഗ് ബെൽറ്റ് പൊട്ടത്തില്ല. ടൈം ബെൽറ്റ് വാട്ടർ പമ്പിലേക്കല്ല കണക്ട് ചെയ്ത് തരുന്നത്. വാട്ടർ പമ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ബോൾട്ടുകളും അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാട്ടർ പമ്പിൻ്റെ എല്ലാ ബോൾട്ടുകളും അഴിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാട്ടർ പമ്പ് അഴിക്കണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോരുന്നില്ല. അപ്പോൾ പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് അത് നല്ല പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട വെച്ചാൽ ഒരു ഹാമറോ ഒരു 10 ഇഞ്ച് അടം വരെ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. പിടുത്തം വന്നുകൊണ്ട് തട്ടി കൊടുക്കാതെ പോരില്ല. അപ്പോൾ നമ്മൾ ആ വാട്ടർ പമ്പിൽ ഹാമർ എന്തെങ്കിലും വെച്ചിട്ട് തട്ടി കൊടുത്താൽ മതി, അതാണ് പോരും. വാട്ടർ പമ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കൂളൻ്റാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൂളൻ്റ് എല്ലാം കളഞ്ഞിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ പഴയ പാക്കിംഗ് ഉണ്ടായിരിക്കും, ആ പാക്കിംഗ് എല്ലാം ചുരണ്ടി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ വാട്ടർ പമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യണം ഇത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കത്തിയോ എന്തെങ്കിലും സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് കളയണം. ആ പാക്കിങ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. പകുതി പോലെ അവിടെ വെക്കാൻ പാടില്ല. അത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഫേസിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വരും. അപ്പോൾ എല്ലാ പാക്കിങ്ങും അത് ചുരണ്ടി കളഞ്ഞിട്ട് വേണം പുതിയ പാക്കിങ് ഇട്ട് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളെ പുതിയ വാട്ടർ പമ്പ് ഇതാണ്. ഹുണ്ടായിൻ്റെ ഒറിജിനൽ വാട്ടർ പമ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1395 രൂപയാണ് പുതിയ വാട്ടർ പമ്പിൻ്റെ റേറ്റ്. അത് പുതിയ വാട്ടർ പമ്പ് ഇതാ ഉള്ളതെന്ന് എടുത്തിട്ടുണ്ട്. പുതിയ വാട്ടർ പമ്പ് അതിനൊപ്പം തന്നെ പാക്കിങ് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ പാക്കിങ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം നമുക്ക് ഇനി. അപ്പോൾ നമ്മൾ പുതിയ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബോൾട്ടുകളും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഓക്കെ, ടൈമിംഗ് ബെൽറ്റും ടെൻഷനറും എല്ലാം ടെൻഷൻ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, പുള്ളി എല്ലാം വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ലീക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഇയോൻ്റെ വാട്ടർ പമ്പ് മാറേണ്ട വിധം, ടൈമിംഗ് ബെൽറ്റിൻ്റെ അയക്കേണ്ട വിധമൊക്കെ കണ്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.